ഇത് ഞാൻ അച്ചായന് വേണ്ടി പർച്ചേസ് ചെയ്താണേ. ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് കുടിച്ചു തീർത്തോണം. ഇതെന്താ അച്ചായ തോക്കൊക്കെ ആയിട്ട്? 20 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് നീ. ഒരു സെക്കൻഡ് വൈഫായി തന്നെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നീയായിട്ടെല്ലാം തകർത്ത് കളഞ്ഞു. അച്ചായൻ എന്തൊക്കെയായി പറയുന്നേ? ജെറി ജോൺ ഇന്നു മുതലാ തൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത പ്രോപ്പർട്ടിയായി മാറിയത്. 12th ഫ്ലോറിൽ താമസിക്കുന്ന ജെറി ജോൺ ലൈഫ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിലെ പാർട്ട്ണർ താനാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് 1.5 വർഷങ്ങൾ വേണ്ടി വന്നു. തന്നേക്കാൾ 10 വയസ്സ് പ്രായം കുറവുള്ള ഒരാളോടൊപ്പം മണിക്കൂറുകൾ ചെലവഴിക്കുമ്പോൾ പ്രായമായ ഒരു മകളുണ്ടെന്ന കാര്യം നീ ഓർത്തില്ല. അവളുടെ ഫ്യൂച്ചർ നീ ഓർത്തില്ല. അച്ചായ, എൽസ വില്യംസ് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നോ, ഇനി എൻ്റെ മുന്നിൽ നീ എൽസ വില്യംസായി നിൽക്കാൻ പാടില്ല. എൽസ കുര്യൻ തൻ്റെ ആദ്യത്തെ ഭർത്താവ്. അയാൾ തന്നെക്കാൾ മാന്യനായിരുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് എൽസ കുര്യനോടാണ്. 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് എനിക്ക്. അതിന് വ്യക്തമായ മറുപടി തന്നാൽ ഇവിടെ ഒരു പൂക്കാലം വിരിയും, അല്ലെങ്കിൽ ഈ തോക്ക് ഇവിടെ ഒരു പുകപടലം സൃഷ്ടിക്കും. അന്തരീക്ഷം മലിനമാകും, ഒരു ദുരന്ത ഭൂമിയെ പോലെ. താനിവിടെ വന്നിരിക്കും. വില്യം ആൻഡ്രൂസ് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് പെണ്ണെന്ന വർഗത്തിന് മുന്നിൽ മാത്രം. എൻ്റെ ഈ തോൽവിയെ എന്നിൽ നിന്നും സംരക്ഷിക്കാൻ എൽസ കുര്യന് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഈ മുറിയിൽ സംഭവിക്കാൻ പോകുന്ന തൻ്റെ മരണം അതിനെ അതിജീവിക്കാൻ തനിക്കാവും. ദിസ് ഈസ് മൈ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ചുരുക്കി പറഞ്ഞാൽ വില്യം ആൻഡ്രൂസിന്റെ ജീവിതത്തിൽ നിന്നും എൽസ കുര്യൻ എന്നേക്കുമായി കടന്നുപോകുന്നു. ആം ഐ റൈറ്റ്? മരിക്കുന്നതിന് മുമ്പ് എൽസ കുര്യൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ടെൽ മീ, എന്നിൽ നിന്നും അവസാനമായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ദിസ് ഈസ് മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തന്നെപ്പോലെയുള്ളവർ ഒരുപാട് പേരുണ്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ. ഇനിയെങ്കിലും തനിക്ക് സംഭവിച്ച കാര്യം എന്താണെന്ന് അവരെല്ലാം അറിയണം. അവരോരോരുത്തരുടെയും നെഞ്ചിൽ തറക്കണം ഇത്. അതായിരിക്കണം വില്യം ആൻഡ്രൂസിന്റെ സന്തോഷം. Yes? I am police officer Devananda. Come.
പിടിച്ചോ. സിറ്റ് ഡൗൺ. വില്യംസിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ് ഞാൻ വന്നത്. യെസ്. ഓഫീസിൽ എങ്ങനെ? എനി പ്രോബ്ലം? ഓഫീസിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായ പിന്നെ അദ്ദേഹം ദേഷ്യം മുഴുവൻ തീർക്കുന്നത് ഇവിടെ വന്നിട്ടാ. അന്നത്തെ സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഫീസിൽ നിന്നാണ് അദ്ദേഹം നേരത്തെ എത്തിയിരുന്നു. പതിവ് പോലെ കഴിക്കാറുള്ള ഡ്രിങ്ക്സും കഴിച്ചു. എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അലമാരയിൽ നിന്ന് പിസ്റ്റലും എടുത്ത് ബാൽക്കണിയിലേക്ക് പോകുന്നത് കണ്ടു. പിന്നെ നോക്കുമ്പോ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നതാ കണ്ടത്. ഐ തിങ്ക് സ്വയം വെടിവെച്ച് താഴെ വീഴാണെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ സിറ്റിയിൽ ഇത് 4ാമത്തെ കേസാണ്. എൽസ ഞങ്ങളോടൊപ്പം നിൽക്കേണ്ടി വരും. എൽസ വല്ലാതെ ഭയപ്പെടുന്നുണ്ടല്ലോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. പേരെങ്ങനെ? മോണിക്ക. അന്നത്തെ ദിവസം മോളെവിടെയായിരുന്നു? പഠിത്തം കഴിഞ്ഞ ഉടനെ വെടിവെച്ച് കേട്ടാണ് ഞാൻ വാതിൽ തുറന്നത്. പിന്നെ കണ്ടത് മമ്മി പറഞ്ഞ പോലെ ബാൽക്കണിയില് ഡാഡി വെടിവെച്ച് താഴെ വീഴുന്നതാണ് കണ്ടത്. Come here. Take that candle. സർ, അവളെ അതൊന്നും പഠിപ്പിച്ചിട്ടില്ല. മമ്മി അതൊക്കെ പറയും. Come on. ഇപ്പോ ഒന്നും സംഭവിച്ചില്ലല്ലോ. ആ തോക്കിന്റെ ലൈസൻസ് ആരുടെ പേരിലാണ്? അത് വില്യംസിന്റെ പേരിലാണ് അതിന്റെ ലൈസൻസ്. അതുകൊണ്ട് തന്നെ അത് പോലീസുകാർ അന്ന് തന്നെ കൊണ്ടുപോയി. വേറെ തോക്ക് വല്ലതും നിങ്ങളുടെ പേരിൽ? നോ. തൽക്കാലം ഈ സിറ്റി വിട്ട് രണ്ടുപേരും എങ്ങും പോവരുത്. ഓൾറൈറ്റ്? മമ്മിയുടെ പേരിലുള്ള തോക്ക് അതിവിടെ ഇല്ലേ? അത് പറയാതെ പോയത് പ്രോബ്ലം ആവില്ലേ? മമ്മി 3 മാസത്തെ ഫീസ് കൊടുക്കണം. പറ്റുമോ? നോക്കട്ടെ. ജെറി അങ്കിളിനോടെ ഞാൻ കുറച്ച് ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുവാണേ നാളെ കൊടുക്കാം. എന്റെ മമ്മി, ഈ ജെറി മമ്മിക്ക് വേറെ ആരുമില്ല ചോദിക്കാൻ. നമ്മളെ സഹായിക്കാൻ വേറെ ആരാ മോളെ ഉള്ളത്? നിന്റെ ഡാഡി മരിച്ചേ പിന്നെ മമ്മി ജോലിക്കൊന്നും പോകുന്നില്ല എന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഒരു ഇൻഷുറൻസ് കമ്പനിയില് ഇവിടെ കിട്ടുന്ന തുച്ഛമായ കാശുകൊണ്ട് നമുക്ക് വല്ലതും ജീവിക്കാൻ പറ്റുമോ ഈ ബാംഗ്ലൂർ സിറ്റിയില്? ഞാൻ ഇനി പഠിക്കാൻ പോണില്ല. ഞാൻ വല്ല ജോലിക്കും പൊക്കോളാം. അതിനാണോ നിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്? ജോബിനെ കുറിച്ചൊന്നും നീ ഇപ്പൊ ചിന്തിക്കണ്ട കേട്ടോ. എന്തെങ്കിലും ചെയ്യും. ഒരു 1 ലേക്കെങ്കിലും വേണ്ടി വരും. പിന്നെ ഞാനങ്ങോട്ട് വരാൻ നിൽക്കാട്ടോ. ഇവിടെ തരിച്ചിരുന്നിട്ടേ വല്ലാത്തൊരു ഇറിറ്റേഷൻ. നീ പുറത്തൊന്നും പോയേക്കല്ലേ? എനിക്കൊന്ന് ഓഫീസിൽ പോകണം. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുണ്ട്. ഞാൻ പണം വാങ്ങാൻ വേണ്ടി മാത്രം വന്നതല്ല.
സോറി, നമ്മൾ ചില ശീലങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. മോണിക്ക വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇനി എത്ര കറുപ്പിച്ചെടുത്താലും കാലം പോകുന്നതിനനുസരിച്ച് നമ്മുടെയൊക്കെ പ്രായം നമ്മൾ പ്രകടമാവുന്നത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എൽസയുടെ കാര്യം മാത്രമല്ല, എൻ്റെയും. അമ്മ നിർബന്ധിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്ക് മാരേജിന് നിന്ന് കൊടുത്തേ പറ്റൂ. തീരുമാനിച്ചോ അത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയട്ടെ. എൽസ വിചാരിച്ചാൽ മോണിക്ക എനിക്ക് വിവാഹം ചെയ്തു തരാൻ പറ്റില്ലേ? ഇതായിരുന്നു നിന്റെ ഉള്ളിലിരിപ്പ്? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അവസാനിപ്പിച്ചോളണം. ഈ ജന്മത്തിൽ നടക്കില്ല. എൽസെ തനിക്ക് അറിയില്ല. പണം മേടിച്ചിട്ടില്ലേ തിരിച്ചു തരാനും എനിക്കറിയാം. പണം ഞാൻ ചോദിച്ചില്ലല്ലോ, ധൃതി വെക്കണ്ട. പണം തന്നെ ഒഴിവാക്കാനാണോ? ഒഴിവാക്കിയത് നീ തന്നെയല്ലേ? മോളെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. എന്റെ ചെറിയ അതിന് അവളോട് സമ്മതിക്കണ്ടേ? ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഐ ക്യാൻ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയത്. എന്നിട്ടിപ്പോ എന്നെ വിട്ടു പോവാൻ തീരുമാനിച്ചു. എന്റെ ഹൃദയം പൊട്ടുകയാണ്. നീ എന്റെ മകളെ ആവശ്യപ്പെട്ടപ്പോ ഞാൻ എന്താ ചെയ്യാ? എന്നേക്കുമായിട്ട് ഞാൻ നിന്നോട് ഉപേക്ഷിക്കുകയാണ്. എന്റെ മോണിക്കയ്ക്ക് വേണ്ടി. പക്ഷെ എനിക്ക് വേണ്ടി ഈ നിമിഷം നീ ഏയ് ടെൽ മീ. എൽസ, നീ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. Come on. മോണിക്ക, ജെറിക്ക് നിന്നോട് എന്താ പറയാനുണ്ടെന്ന്. നീ ഒന്നോടെ ഇരുന്നേ. വാട്ട്സ് എ മാറ്റർ? ഇരിക്കവിടെ. മമ്മി വിളിച്ചിട്ടാണ് ഞാൻ വന്നത്, മോണിക്കയെ കാണാൻ. ടെൽ മീ. ഇന്നത്തെ കാലത്തൊരു മാരേജിന് തയ്യാറെടുക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയുടെയും പേരൻസിൻ്റെ സമ്മതം മാത്രം പോരല്ലോ. എനിക്ക് മോണിക്കയുടെ സമ്മതമാണ് അറിയേണ്ടത്. യുവർ ഒപ്പീനിയൻ? ജെറി അങ്കിൾ, എനിക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. തൽക്കാലം ജെറി അങ്കിൾ ചെന്നാട്ടെ. മോണിക്ക, ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. മമ്മി സമ്മതിച്ചാലും നടക്കില്ലെന്നാണോ? നോ വേ, നടക്കില്ല. മമ്മി ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു. യു മേ പ്ലീസ് ടേക്ക് ആൻഡ് ലീവ് നൗ. പോയില്ലെങ്കിൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. ജെറിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ അത് കേട്ടിട്ട് എന്റെ മുകളിൽ കിടന്നുറങ്ങുള്ളൂ. ഇരിക്കവിടെ. നോ, നിങ്ങളിനി ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. ഐ വിൽ ലീവ് നൗ. മോണിക്ക, പറഞ്ഞത് കേക്ക് നീ. ജെറിയോടെ പോയിട്ട് എന്തായാലും നീ സോറി പറയണം. നീ ചെയ്ത ഒരിക്കലും ശരിയായില്ല മോളെ. മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ. നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ വേണ്ട. അയാളെ ഇവിടെ വെച്ച് അപമാനിച്ചത് ഒട്ടും ശരിയായില്ല. നീ പോയി സോറി പറ. മമ്മിക്ക് അയാളെ തൃപ്തിപ്പെടുത്തിയിട്ട് എന്താ ഇതിന് നേടുന്നേ? അയാൾ നമ്മുടെ ആരാ? ഒരേ ബിൽഡിങ്ങിൽ താമസിക്കുന്നു. അതിനപ്പുറത്തേക്ക് അയാളുമായിട്ട് എന്താ റിലേഷൻഷിപ്പ്? നീയേ ഇപ്പൊ എന്ത് പറയണ്ട ചെവി കയറത്തില്ല. പോയി സോറി പറ.
ഇല്ല മമ്മി, എന്നെ കൊണ്ടാവൂല. സോറി പറയാൻ മാത്രമുള്ളത് തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. നീയേ പോയിട്ടില്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ താഴേക്ക് ചാടി ചാവും ഞാൻ. അതുകൂടെ കാണണോ നിനക്ക്? മമ്മി മമ്മി ഒരു മിനിറ്റ്, ഉം. ഞാനിപ്പോ സോറി പറയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ പൊക്കോളാം. ഇനി പറയ്, എന്താ തന്റെ പ്രോബ്ലം? പ്രോബ്ലം എന്താന്ന് അറിയില്ലല്ലേ തനിക്ക്? എന്റെ ഡാഡി മരിച്ചത് എങ്ങനെയെന്ന് അറിയേണ്ടത് എനിക്ക്. നിങ്ങൾ കാരണമാണ്, മമ്മിയുമായുള്ള നിങ്ങളുടെ അഫെയർ കാരണമാണ്. വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കിയ ഡാഡീനെ മമ്മി വെടിവെച്ച് കൊല്ലുന്നത് ഞാൻ കണ്ടതാണ് ഈ കണ്ണുകൊണ്ട്. പോരാത്തതിന് വാച്ച്മാൻ പറഞ്ഞത് എന്താന്ന് അറിയേണ്ടത് എനിക്ക്. താൻ എന്താ എന്നെ കണ്ടോടിയത്? പേടിച്ചിട്ടാ എന്തിന്? പോലീസ് വന്നത് കണ്ടില്ലേ? അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാലോ? എന്ത് പറഞ്ഞാലോന്ന്? അത് പുറത്തു പോയി വന്നപ്പോ താഴെ വില്യം സാറ് കാറിന്റെ പുറത്ത് വീട് എടുക്കുന്നത് കണ്ട് ഞാനാ മാറ്റി കിടത്തിയത്. എന്റെ മടി കിടന്ന വില്യം സാർ മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ വില്യംസ് തന്നോടെന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. അത് ഞാൻ പോലീസിൽ പറഞ്ഞോളാം. ഇല്ല, നീ എവിടെയും പറയാൻ പോകുന്നില്ല. എത്ര വേണം നിനക്ക്? 1 1,00,000? അത് ഞാൻ തരും. വാച്ച്മാൻ പറയും ആ സത്യം, ഇല്ലെങ്കിൽ ഞാൻ പറയിക്കും. മമ്മി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് അറിയണ്ടേ? തന്നോട് സോറി പറയാൻ. ജെറി ജോൺ, ഐ ആം വെരി സോറി. ഞാൻ ജെറിയങ്കളിനോട് സോറി പറഞ്ഞമ്മേ. ദാ ഈ തോക്കുണ്ട്, ബോഡി അകത്ത് കിടപ്പുണ്ട്. അതെടുത്ത് ജനൽ വഴി പുറത്തേക്ക് ഇടരുത്. അയാളെ വെടിവെച്ചത് ഞാനാണെങ്കിൽ അതിനുള്ള ശിക്ഷ എനിക്ക് മാത്രം ഉള്ളതാണ്. പിന്നെ ഒരു കോടതിക്കും എന്നെ വിട്ടുകൊടുക്കാതെ മമ്മി തന്നെ എനിക്കുള്ള ശിക്ഷ നടപ്പിലാക്കണം. അതിലൊരുണ്ട കൂടെ ബാക്കിയുണ്ട്. Come on.